സൊസൈറ്റിയിൽ ആണുങ്ങൾ മാത്രമല്ല പെൺകുട്ടികളില് സ്ത്രീകളിലും ഇങ്ങനെ പ്രവണതകളുണ്ട്. ചെയ്യാനായിട്ട് അത് ചെയ്ത് വൈറലാവാൻ വേണ്ടി ഒരു ഇൻസിഡന്റ് കണ്ടുവന്നിട്ട് ഒരു റീലിന് വേണ്ടി പറഞ്ഞ ക്രിയേറ്റർ ബസ്സിൽ നടന്ന ഒരു ഇൻസിഡന്റ് വൈറലാവാൻ വേണ്ടി ചെയ്തത്. അപ്പൊ ശരിക്കും പുരുഷന്മാരാണോ സ്ത്രീകളാണോ സുരക്ഷിതപ്പെട്ടവർ? സ്ത്രീകളും പുരുഷന്മാരും സുരക്ഷിതരല്ല എന്ന് പറയാൻ പറ്റില്ല. അതെ, ഏത് തരത്തിലാണോ വ്യക്തിമാവപ്പെടുന്നത് അവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പുരുഷന്മാർ മാത്രം നല്ലതാണെന്ന് പറയുമ്പോൾ സ്ത്രീകൾ മാത്രം നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. ചില കേസസ് ഉണ്ട്, സ്ത്രീകൾ പ്രതികളായി വരുന്ന കേസസ് ഉണ്ട്. നമ്മള് കൂടത്തായി കേസ് ഉണ്ട്, അങ്ങനെ അല്ലെങ്കിൽ കുറെ അതുപോലെ റെഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ അങ്ങനെയുള്ള കേസുകളുണ്ട്. അപ്പം അതിലും ഈ പറഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ഈ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാണെന്നുള്ളതും ഉണ്ട്. അതിനകത്ത് ഇപ്പൊ ഇവരാണോ നല്ലത് അവരാണോ നല്ലത് ആരാണ് സേഫ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. രണ്ടുപേരും ആരും സേഫ് അല്ല എന്ന് പറയും. ആണായാലും പെണ്ണായാലും ഒരേപോലെ തന്നെ കൺസിഡർ ചെയ്യപ്പെടുന്നതല്ലേ? ആണൊരു നിയമം പെട്ടിട്ടുള്ള നിയമം അങ്ങനെയല്ലല്ലോ. അതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ ഒരാളുടെ ആദ്യം ഉണ്ടായപ്പോ എതിരെ നിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥ എന്താണെന്നോ അയാളുടെ പേര് അയാളുടെ എന്തായിത്തീരുന്നോ അറിയത്തില്ല. പിന്നീടാണ് തെറ്റൊന്നുമില്ല അറിയുന്നത്. പക്ഷെ അത്രയും നാളും അനുഭവിച്ചിരുന്ന അയാളുടെ മാനസിക വിഷമം, അയാളുടെ കുടുംബം ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊന്നും ആൾക്കാർ അറിയില്ല. അപ്പൊ അതേ പെർസ്പെക്റ്റീവ് സ്ത്രീക്ക് ഉണ്ടായിക്കൂടെ? അവരനുഭവിക്കുന്ന കാര്യങ്ങളും ഈ പറയുന്നത് ഒരു സ്ത്രീയാണ് അതിനകത്ത് വ്യക്തി എന്നുണ്ടെങ്കിൽ അവർക്കും അതൊക്കെ ഉണ്ടാകാമല്ലോ. പക്ഷെ അവരുടെ കൂടെ നമ്മൾ നിയമം നിൽക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. നിയമം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിയമം മാറ്റിയതൊക്കെ വരും. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രിവിലേജ് ആക്ച്വലി സ്ത്രീകൾക്ക് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഐഡന്റിറ്റി പ്രശ്നത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ എല്ലാ കേസസിലും ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്നുള്ളതില്ല. അബ്യൂസീവ് ആയിട്ടുള്ള കേസസിൽ മാത്രമേ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് കേസുകളിൽ സ്ത്രീകളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതിരിക്കുന്നില്ല. സെക്ഷൽ അബ്യൂസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കേസസ് വരുമ്പോഴാണ് ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാവുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതാണ് നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.